നമസ്കാരം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞു. ഫലമെല്ലാം നമ്മൾ അറിഞ്ഞതാണ്. ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലായിരുന്നാലും ശരി, AKG ഭവനിലായിരുന്നാലും ശരി, മൊത്തത്തിൽ ഒരു അവലോകന യോഗം നടക്കുകയാണ്. ഇതിലെല്ലാം പറയുന്നത് ഒറ്റ കാര്യമാണ്: സംസ്ഥാന മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണം ശരിയല്ല. പിണറായി വിജയൻ തൊടുന്നതിനും പിടിക്കുന്നതിനുമെല്ലാം ധാർഷ്ട്യമാണ് കാണിക്കുന്നത്. ഒരു ഹിറ്റ്ലറുടെ ഒരു സ്വഭാവം പിണറായി വിജയൻ കാണിക്കുന്നുള്ളതാണ്. മൈക്കിൽ പോലും, ഒരു മൈക്ക് കേടായാൽ പോലും അതിൽ മൈക്ക് ഓപ്പറേറ്ററെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നു. ഇതെല്ലാം കാണുന്നു. കണ്ണൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ CPM-ന്റെ തനി സ്വഭാവമേക്ക് കണ്ണൂർ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അക്രമ രാഷ്ട്രീയം, ബോംബ് നിർമ്മാണം. ഇതിലേതെങ്കിലും ഒരു പ്രതി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തള്ളിപ്പറയുക, അവൻ ഈ പാർട്ടിക്കാരനല്ല, അല്ലെങ്കിൽ DYFകാരനല്ല, CPM-ആയിട്ട് യാതൊരു ബന്ധമില്ല എന്ന് തള്ളിപ്പറയുന്ന രീതിയിലേക്ക് വരുന്നു. ഇപ്പോൾ നിലവിൽ കണ്ണൂരിൽ, അതായത് CPM-ന്റെ തട്ടകമായ കണ്ണൂരിൽ ഇപ്പോൾ മനു തോമസിന് പോലീസിന്റെ സംരക്ഷണം കൊടുത്തിരിക്കുകയാണ്. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ സംരക്ഷണം കൊടുത്തിരിക്കുന്നു. അതായത് കണ്ണൂരിൽ ഒരു CPM പ്രവർത്തകനെ പോലും ഇപ്പോൾ സഖാക്കന്മാര് തമ്മിൽ തല്ലിച്ചാകുന്ന ഒരവസ്ഥയിലേക്ക് CPM എത്തിച്ചു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിന്റെ ഉത്തരവാദി ആരാണ്? എന്താണ് CPM-ൽ നടക്കുന്നത്? CPM-ൽ മൊത്തത്തിൽ CPM-ന്റെ സ്ഥിതി എങ്ങോട്ടാണ്? ഇനി കേരളത്തിലും CPI കടക്ക് പുറത്ത്, അല്ലെങ്കിൽ CPI അസ്തമിക്കാൻ പോകുന്നോ എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് കൂടുതലായിട്ട് നമുക്ക് വിശകലനം ചെയ്യുന്നുണ്ട്. അതെ, ഇപ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ സർക്കാരിന്റെ അവസാനത്തെ ഭരണമായിരിക്കും. ഈ ഭരണത്തോടു കൂടി ഒരു തുടർഭരണം ഇനി LDF സർക്കാരിന് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വലിയ സംശയം ഉണ്ടായിരിക്കുന്നു. അത് മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇപ്പോൾ രാജിയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അജണ്ട CPM-ന് അകത്തു തന്നെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വളരെ നിരാശയോട് കേൾക്കേണ്ടിയുള്ള കാര്യമാണ്. കാര്യം സ്വന്തം പാർട്ടിയിൽ നിന്ന്, അത് മാത്രമല്ല ഭരിക്കുന്ന സംസ്ഥാനത്തിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു എതിർപ്പ് വരുമ്പോൾ അത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ എത്രത്തോളമാണ് ഒരു ഭരണാധികാരിയായി നമുക്ക് കണക്കാക്കാൻ, അല്ലെങ്കിൽ ജനങ്ങൾ എത്രത്തോളം അദ്ദേഹത്തെ ഒരു മുഖ്യമന്ത്രിയായി, അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയായി, നല്ലൊരു ഭരണാധികാരിയായി കണ്ടു കഴിഞ്ഞു എന്നതിൻ്റെ മറുപടി ഇതിനോടകം തന്നെ ജനം കൊടുത്തു കഴിഞ്ഞ കാര്യമാണ്. നേരത്തെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട് സാർ എന്ന് ഷംസീറിന്റെ, അതായത് നിയമസഭാ സ്പീക്കറായ ഷംസീറിന്റെ മുമ്പേ ഉറക്കെ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ടെന്ന്. വീണ ജോർജ് ഇത് മാറുകയാണ്. ഈ കപ്പലിന് കപ്പിത്താനില്ല, കപ്പൽ മുങ്ങുന്നു. അതിന്റെ ആദ്യ പടി എന്നോണമാണ് സംസ്ഥാന പാർട്ടിയിൽ നിന്ന് തന്നെ നേതാക്കളും സഖാക്കന്മാരുമെല്ലാം പിണറായി വിജയനെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. അവർ പറയുന്ന, എടുത്തു പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. കണ്ണൂരിലായിരുന്നാലും പാർട്ടി വിലയിരുത്തൽ പറയുന്നുണ്ട്, ക്രൈസിസ് മാനേജ്മെന്റ്. നല്ല ഒരു ധനകാര്യമന്ത്രി ഇല്ല, ആരോഗ്യമന്ത്രി ഇല്ല. കാരണം ആശുപത്രികൾ, സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല. സാധാരണക്കാരന് വേണ്ടി തുടങ്ങി വെച്ചൊരു ആശുപത്രിയാണ് സർക്കാർ ആശുപത്രി. അവിടെ ചെല്ലുന്നു, മണിക്കൂറോളം ക്യൂ നിന്ന് ടോക്കൺ എടുക്കുന്നു, ഡോക്ടറിനെ കാണിക്കുന്നു, മരുന്ന് എഴുതുന്നു. അവിടെ ഫാർമസിയിലുള്ളത് വെറും മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന 4 രൂപയ്ക്ക് കിട്ടുന്ന ഡോളോ, പാരസെറ്റമോൾ ഉൾപ്പെടെയുള്ള മരുന്നുകളാണ്. ബാക്കി വില കൂടിയ മരുന്നുകളെല്ലാം സ്വകാര്യ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കണം. പിന്നെ എന്തിനാണ് ഇതൊക്കെ സർക്കാർ ആശുപത്രി കൊണ്ട് വയ്ക്കുന്നത്? ധനം ഇല്ല, തകർന്ന തരിപ്പണമാണ്. ഓരോ മാസവും ശമ്പളം എടുക്കാൻ റിസർവ് ബാങ്കിൽ നിന്ന് എടുക്കണം. പിന്നെ എന്തിനാണ് ഒരു ധനകാര്യമന്ത്രി എന്ന് പറയുന്നത്? ധനകാര്യമന്ത്രി എന്നതിലുപരി കേരളത്തിലെ ഒരു സാമ്പത്തിക പ്രതിസന്ധി, ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത്. ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് പോലും കരകയറാനുള്ള കാര്യങ്ങൾ എത്രത്തോളമാണ് കേരള സർക്കാർ, നമ്മുടെ സർക്കാർ എന്താണ് അതിനുവേണ്ടി ചെയ്യുന്നത്? അതിനുവേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുതാപരമായിട്ടുള്ള കാര്യം. 5 മാസമായി ഇപ്പോഴും ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ആ സമയത്താണ് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ വീണ്ടും ഇപ്പോൾ പോലീസ് സെക്യൂരിറ്റി വിങ്ങിന് വേണ്ടിയിട്ട് വീണ്ടും 16 ലക്ഷവും 18 ലക്ഷവും 20 ലക്ഷവും ഒക്കെ വീണ്ടും കൊടുക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. പശുവിന് FM കേൾക്കാനായിട്ട് പോലീസിന്റെ കൺട്രോൾ നവീകരണം. പക്ഷേ ഇതിൽ ഏറ്റവും ഒരു കാര്യം പറയണമെങ്കിൽ, ഈ നമ്മുടെ ധനകാര്യം ഇത്രയേറെ തകരാനുള്ള കാരണം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തോമസ് ഐസക് എന്ന ധനകാര്യമന്ത്രിയെ കേരളം വിശ്വസിച്ച്, അല്ലെങ്കിൽ പാർട്ടി വിശ്വസിച്ച് കൊടുത്തതാണ്. ഞാൻ ധനകാര്യമന്ത്രി ആയാൽ ഞാൻ ഏറ്റവും രഘുറാം രാജനെ പോലെ അതിനെക്കാട്ടി മേൽക്ക്, അതുക്കും മേൽക്ക് ഒരു എക്കണോമിസ്റ്റ് ആണെന്നും പറഞ്ഞ അധികാരത്തിൽ ധനകാര്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നിരുന്നിട്ട് ഊരാരങ്ങളിനെ പോലെ ഒരു പ്രയോജനമില്ലാത്തൊരു സൊസൈറ്റി കെട്ടിപ്പറക്കി കോടിക്കണക്കിന് രൂപ കൊടുത്തപ്പോൾ കേരളം ശ്രീലങ്കയാകുന്നു എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴത്തേക്കാണ്
ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ കയറി പിടിക്കുന്നത്. അവസാനം ഇവിടെ കിടന്നിട്ട് നെഞ്ചത്തടിച്ചിട്ട് അയ്യോ കേരളം പണം തരുന്നില്ല, കഴുത്ത് നിരിച്ച് കൊല്ലുന്നു, മുക്കിക്കൊല്ലുന്നു, കേരളം നമ്മളോട് ശത്രുത കാണിക്കുന്നു എന്ന് തോമസ് ഐസക് തന്നെ. പക്ഷെ അവിടെയാണ് ആ പ്രശ്നം. ഒടുവിൽ പാർട്ടി തന്നെയാണ് ധനകാര്യമന്ത്രി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തോമസ് ഐസക് വരുത്തിവെച്ച കടമാണ് ഇതെന്ന് ബാലഗോപാൽ ഉൾപ്പെടെ പറയാനുണ്ടായ ഒരു സാഹചര്യം ഈ ഇപ്പോഴത്തെ CPM സംസ്ഥാന കമ്മിറ്റിയിൽ അടക്കമുണ്ടായിരുന്നു. അപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ പുഴുക്കുത്തുകൾ ഉണ്ടാകുന്നു, സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഭരണപക്ഷത്തിരിക്കുന്നവർക്ക് നേരെ വലിയ രീതിയിലുള്ളൊരു വാളോങ്ങുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് CPMന്റെ വലിയ അധപ്പതനമാണ് ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു താഴ്ചയിലേക്ക്, അല്ലെങ്കിൽ ഇത്ര കാലം LDF ഉണ്ടാക്കി വെച്ച, അല്ലെങ്കിൽ LDF സർക്കാർ ഉണ്ടാക്കി വെച്ച ഒരു സൽപ്പേരിനെ തന്നെ തകർന്ന് പോകുന്ന വിധത്തിലുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നത് BJPക്കാണ്. കാരണം അടുത്ത വർഷം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ 22 വയസ്സ് പ്രായമുള്ളൂ, പക്ഷെ ആ പുള്ളിക്കാരിയെ പിടിച്ച് മേയറാക്കി ഇരുത്തി. കാണിക്കാൻ ഒട്ടുമില്ലാത്ത സകല അഴിമതികളും കാണിച്ചു. ആറ്റുകാൽ ഒരെണ്ണം എടുത്തു പറയുകയാണെങ്കിൽ ആറ്റുകാൽ പൊങ്കാല സമയത്ത്, പൊങ്കാല പോലും ഇല്ലാത്ത സമയത്ത് 3 ലക്ഷത്തിൽ പരം ബില്ല് എഴുതി എടുത്തിട്ട് ലോറികൾ വിടുന്നു. തലേന്ന് പൊറോട്ടയും ചിക്കനും കൊടുക്കുന്നു. പിന്നെ ആനാവൂർ നാഗപ്പനടുത്ത് പറഞ്ഞിട്ട് സഖാവ് ഇവിടെ പിൻവാതിൽ ഇഷ്ടംപോലെ നിയമനമുണ്ട് എന്ന് പറഞ്ഞിട്ട് പിൻവാതിൽ നിയമനം നടത്തുന്നു. ഇതൊക്കെ മൊത്തത്തിൽ ജനങ്ങളുടെ മുന്നിലേക്ക് CPMനെ ഒരു വലിയൊരു അഴിമതിയാണ് CPM എന്ന് ആര്യ രാജേന്ദ്രൻ ജനങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കുന്നു. ആര്യ രാജേന്ദ്രൻ മാത്രമല്ല, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ പാർട്ടിക്കകത്തു നിന്ന് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം വലിയ രീതിയിൽ നേരിടുന്നു എന്നുള്ള വസ്തുതാപരമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു പാർട്ടിയുടെ ഒരു നട്ടൽ എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ ഒരു സെക്രട്ടറിയാണ്. ഒരു സ്ഥാപനത്തിന് ഒരു മെയിൻ ഹോൾഡ് എന്ന് പറയുന്നത് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നതിൽ ആ പാർട്ടിയുടെ ഒരു സെക്രട്ടറിയാണ്. ഇവിടെ MP ഗോവിന്ദൻ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന രീതിയിൽ ഈ ചില കുരങ്ങന്മാരുടെ ഉണ്ട് കണ്ണുമായും പൊത്തിങ്ങിട്ടിരിക്കുന്നത്. അതുപോലെയാണ് MP ഗോവിന്ദന്റെ പ്രതികരണം. പിണറായി എന്ത് കാണിച്ചാലും ഓക്കെ അങ്ങ് ചെയ്തു കൊടുക്കുന്ന പരിപാടിയാണ് ഇത്രയേറെ തകർന്നത്. മേയർ ആര്യ രാജേന്ദ്രനും സച്ചിദേവും കൂടെ അന്ന് പാളയത്ത് കിടന്ന് കാണിച്ചു. ഒരു പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ഗോവിന്ദന് അവരെ വിലക്കാമായിരുന്നു, അല്ലെങ്കിൽ ശാസിക്കാമായിരുന്നു. അതിനു പകരം ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു വിട്ടു. പക്ഷെ അത് ഇപ്പോഴാണ്, അതായത് സംസ്ഥാന കമ്മിറ്റിയിൽ ആ കാര്യങ്ങൾ ആര്യ രാജേന്ദ്രൻ അഹങ്കാരം കാണിച്ചു എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നു. അത് തന്നെയാണ് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ള കാര്യം വലിയ രീതിയിൽ ഇപ്പോൾ CPMന് തിരിച്ചടി ആയിക്കൊണ്ട് അങ്ങനെ അത്തരം ഒരു വലിയ ചരിത്രപരമായ കാര്യം നമ്മുടെ കേരളത്തിൽ സംഭവിച്ചു. അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കാരണം ഒരു കേരളത്തിൽ BJPയുടെ ഒരു വളർച്ച നോക്കുമ്പോഴത്തേക്ക് അവർക്ക് പിന്നിലോട്ടായിരുന്നു. അതായത് കേരളത്തിൽ BJPക്ക് എങ്ങനെ വന്നാലും അവർക്ക് വളരാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു BJPയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കാണ് എല്ലാവരും ഞെട്ടുന്ന ഒരു കാഴ്ച. പക്ഷെ അതിന് കാരണം BJP 2ാം സ്ഥാനത്തേക്ക് എത്തുന്നതിന് ഏറ്റവും വലിയ വളക്കൂറുള്ള മണ്ണായത് CPM ആണെന്ന് അവരിപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് അവരുടെ കാലിന്റെ അടിയിലുള്ള മണ്ണുകൾ ഇങ്ങനെ ഒലിച്ചു പോകുന്ന സമയത്ത് പോലും ഇതൊന്നും അറിയുന്നില്ല. BJP അവരുടെ രാഷ്ട്രീയം കൊണ്ടും അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ സ്ട്രാറ്റജി കൊണ്ടുമൊക്കെ ഇവിടെ വലിയ നേട്ടമുണ്ടാക്കുമ്പോൾ അവരാണ്, CPM ആണ് ഇതിന് കാരണം എന്നുള്ള കാര്യം സ്വന്തം കാലിനടിയിലെ മണ്ണിൽ ഒലിച്ചു പോകുമ്പോൾ പോലും അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടിയുള്ള കാര്യം. ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് മനസ്സിലായ കാര്യം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് DYFI നടത്തിയ ഒരു സിനിമയായിരുന്നു. അതായത് പിണറായിയെ രക്ഷിക്കാനെന്ന് പറഞ്ഞ് പൂച്ചട്ടി വരെ എടുത്ത് പ്രവർത്തകരുടെ മണ്ട അടിച്ചു പൊട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി. അതിനുപോലും ഇവിടെ കൈയടിക്കുന്ന പാർട്ടി പ്രവർത്തകരെയാണ് നമ്മൾ കണ്ടത്, അല്ലേ? സ്വന്തം പാർട്ടിക്കാരെ അല്ലെങ്കിൽ പ്രവർത്തകരെ പോലും ഇത്തരത്തിൽ മർദ്ദിക്കുന്ന ഒരു കാഴ്ചയിൽ കൈയടിക്കുന്ന ഒരു പ്രവർത്തകർ എവിടെയാണുള്ളതെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് അത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഈ ഇലക്ഷനിൽ CPM പരാജയപ്പെടാനുള്ള കാരണം എനിക്കൊന്നൊരു സർക്കാർ ജീവനക്കാര് വലിയ തോതിൽ CPMനെ തിരിച്ചടിച്ചിട്ടുണ്ടെന്ന്. കാരണം ശമ്പളങ്ങളെല്ലാം പിടിച്ചു വെച്ചു, ആനുകൂല്യങ്ങൾ പിടിച്ചു വെച്ചു. ധനമന്ത്രി ബാലഗോപാൽ പറഞ്ഞു ജീവാമൃത പദ്ധതി എന്ന് പറഞ്ഞിട്ട് എല്ലാ മാസവും 1000 രൂപ 2000 രൂപ പിടിക്കുന്നു. മാസം പകുതിയാകുമ്പോൾ തന്നെ സകല ലോണും കറണ്ട് ബില്ല് വാട്ടർ ബില്ല് സകല സാധനങ്ങൾക്ക് വില കൂടുതലാണ്. ഇതെല്ലാം പിടിച്ചു കഴിയുമ്പോൾ തന്നെ അവരുടെ അക്കൗണ്ടിൽ ഒന്നും കാണില്ല. പിന്നെ 2000 രൂപ വെച്ച് പിടിച്ച് കൂടെ കഴിയുമ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ജനങ്ങൾ സർക്കാർ ജീവനക്കാരെ തിരിച്ചടിക്കാൻ തുടങ്ങി എന്നതും കൂടെ വ്യക്തമാണ്. ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നത് TP കേസാണ്. വടകരയിലും നമ്മൾ കണ്ടൊരു കാഴ്ചയാണ്.
പിണറായി സർക്കാർ അല്ലെങ്കിൽ CPM കൊലപാതകങ്ങൾക്ക്, അതായത് കൊലയാളികൾക്ക് വലിയ തോതിൽ സപ്പോർട്ട് ചെയ്യുന്നു. ഹൈക്കോടതി പരോള് കൊടുക്കരുത് എന്ന് പറഞ്ഞ TP കേസിലെ പ്രതികൾക്ക് വരെ പരോള് കൊടുത്തിരിക്കുന്നു. അത് വിവാദമായപ്പോൾ അതിൽ ബലിയേഡായത് പാവം സർക്കാർ ഉദ്യോഗസ്ഥർ, ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കൊടുത്തു. അവരാണ് ബലിയേഡാക്കിയത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ CPMന് മാറേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ത്രിപുരയിൽ എന്താണോ CPMന് സംഭവിച്ചത് തന്നെയായിരിക്കും കേരളത്തിൽ സംഭവിക്കാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ഏതാണ്ട് അതിന്റെ വക്കിലേക്ക് തന്നെയാണ് കേരളവും എത്തി നിൽക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്രയും ദയനീയമായ അവസ്ഥയിലൂടെയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ, ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ദയനീയമായ അവസ്ഥയിലാണ് പറയേണ്ടിയിരിക്കുന്നു. അത് ഇത്രയും പരസ്യമായുള്ള പരാമർശങ്ങളിലേക്ക് വരെ, അല്ലെങ്കിൽ പരസ്യമായുള്ള ഒരു വിമർശനങ്ങൾക്കൊക്കെ ഇടയാകുന്ന ഒരു സാഹചര്യം. സാധാരണക്കാര് വരെ ഒരു അവര് തന്ന കസേരയാണ് എന്നുള്ള ഒരു മാന്യത പോലും കാണിക്കാതെ അവരെ പോലും ധാർഷ്ട്യത്തോടുകൂടി പെരുമാറുന്ന സർക്കാർ. അതായത് ഉമ്മൻചാണ്ടി സർക്കാരൊക്കെ ഭരിച്ചിരുന്ന സമയത്ത് ഏതൊരു വ്യക്തിക്കും ജനങ്ങളോട് ഇടപെടുന്നതിന് നയമുണ്ട്. ആ നയം പോലും കാണിക്കാതെ, അല്ലെങ്കിൽ ഒരു തന്മയത്വപരമായ ഇടപെടൽ പോലും എങ്ങനെയാണ് എന്ന് ഈ സർക്കാരിന് അറിയില്ല എന്ന്, അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ കേരള രാഷ്ട്രീയം, അതായത് ഇടതുപക്ഷ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്. അതും പറയാതിരിക്കാൻ വയ്യാത്തൊരു കാര്യമാണ്. കാര്യം ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലടക്കം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എടുത്തിരിക്കുന്ന വാക്ക് തന്നെ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യമാണ് ഇത്രയും വലിയൊരു അധപ്പതനത്തിന്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു തോൽവിക്ക് കാരണമായി വന്നത് അദ്ദേഹത്തിന്റെ ധാർഷ്ട്യവും ധൂർത്തും തന്നെയാണെന്ന് പാർട്ടിക്കകത്തുള്ള ആളുകൾ തന്നെ പരസ്യമായി വിമർശിക്കാൻ തുടങ്ങുമ്പോൾ എത്രത്തോളമാണ് ആ പാർട്ടിയുടെ ഇനിയുള്ള കാലയളവ്, അല്ലെങ്കിൽ എത്രത്തോളമാണ് ഇനിയുള്ള പാർട്ടിയുടെ ഒരു ദൈർഘ്യമെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒരർത്ഥത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ CPM ഇപ്പോൾ ICUയിലും വെന്റിലേറ്ററിലുമായിട്ടാണ് ജീവൻ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തകർന്ന് തരിപ്പണമായാൽ നേരെ വീണ്ടും വെന്റിലേറ്ററിലേക്ക് എത്തി ഒരു കൃത്രിമ ശ്വാസം കൊടുത്ത് ജീവൻ നിലനിർത്തി 2026 വരെ പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് നിൽക്കും. അവിടെയും തകർന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അതാണ് ഒരവസ്ഥ. അതായത് പറഞ്ഞാൽ ഇനി നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ CPMനെ പോലെ BJPക്കും ഒരു ജീവൻ മരണ പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം CPMനെ തുടർഭരണം എന്ന് പറയുന്നത് അത് സ്വപ്നം മാത്രമായി മാറിയിരിക്കുന്നു. ഇനി എത്രത്തോളമാണ് അതിന്റെ യഥാർത്ഥപരമായിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ പ്രായോഗികപരമായിട്ടുള്ള കാര്യങ്ങൾ എത്രയാണെന്ന് ഇനി അവരുടെ പ്രവർത്തനങ്ങൾ വെച്ച് മാത്രമേ നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ. അത്രത്തോളം CPMന്റെ ഒരു തുടർഭരണം അത് എന്തായാലും കേരളത്തിൽ വലിയ രീതിയിൽ അതിന് ശോഭ കുറച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നടക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷം 2026 നടക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ്. BJP ഇവിടെ താമര വിരിയിക്കില്ല, അക്കൗണ്ട് തുറക്കില്ല എന്നുള്ള സ്ഥിരം CPMന്റെ ഡയലോഗുകൾക്ക് വിരാമം കൊടുക്കുകയാണ്. കാരണം ഇപ്പം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. പിണറായി സർക്കാരും CPMന്റെയും രീതി, ധാർഷ്ട്യം, അഹങ്കാരം, ധിക്കാരം ഇതുപോലെയാണ് പോകുന്നതെങ്കിൽ അതിവിദൂരമല്ല ത്രിപുരയിൽ സംഭവിച്ചതുപോലെ കേരളം കടക്ക് പുറത്ത് എന്ന് പിണറായിയുടെ മുഖത്ത് നോക്കി കേരള ജനത ഒന്നടക്കം പറയാനുള്ള ആ ഒരു കാലം അതിവിദൂരമല്ല എന്നാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്.